ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറി അല്ല, ഗ്രേവി പോലെ ചിക്കൻ ഗ്രേവി. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയാം. ചിക്കൻ ഒരു 1/2 കിലോ ചിക്കൻ, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് മസാല ഐറ്റം, ഇത് ബേ ലീഫ് എന്ന് പറയും, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഇത് എന്തോ മസാലയിലുള്ള പാക്കറ്റിലുള്ളതാണ്. എൻ്റെ സ്കൂൾ ഫ്രണ്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഇതിന് മുന്നേ ഉള്ളൊരു ചിക്കൻ കുക്കറി ഇതിൽ ഞാൻ പറഞ്ഞു ഈ ഇലയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ടായ വിനോദ് അബുദാബിയില, പുള്ളിയാണ് ഇത് സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ പേര് ബേ ലീഫെന്ന് എനിക്കെടുത്ത് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാനത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോവും. അതുകൊണ്ട് ഭയങ്കര ഒരു താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് എനിക്കപ്പോൾ തോന്നി, സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ എന്ന് തോന്നി. വിനോദിനൊരു വലിയ താങ്ക്സ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഞാൻ ഈ ചിക്കന് ഫ്രൈ ചെയ്യാൻ പോവുക. ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മസാല എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാ ചിക്കൻ കറിക്കും, പക്ഷെ ചെയ്യുന്ന വിധത്തിലെ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഞാനിതെങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ചിക്കൻ ഇത്രയും ഞാൻ പൊരിച്ചെടുക്കട്ടെ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് ഞാൻ പെരട്ടി വെച്ചതാണ്. കുറച്ച് ഇന്നലെ പെരട്ടി വെച്ചിരുന്നു കുറച്ച് നേരം. നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് പെരട്ടി വെച്ചിരിക്കാം. ഇന്നലെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരുന്നത്. ഇത് ഇത്രയും പെരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് പൊരിച്ചെടുക്കണം. ഇതൊന്ന് ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയും മസാല ഞാനൊന്ന് വെറുതെ ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കാൻ പോവുക. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഫുള്ളങ്ങ് എരിയണ്ട. ഒരു 1/4 പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ബാക്കി ഇതിലോട്ട് മസാല ചേർക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് ആയിട്ടുണ്ട്. ഇനി ഉള്ളിയെല്ലാം ഇടേണ്ടതാണ്. ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാനിതൊന്ന് നോക്കട്ടെ. ഇത്രയും നേരം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ വന്ന് ഒരു പീസ് ചോദിക്കുക. ഇതിൻ്റെ ഒരു പരുവം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാ. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കണം. ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ്. ഒരു 3 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനിന്. നല്ലോണം ഇളക്കി. ഇത് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതെൻ്റെ ചെടിയിൽ തന്നെ കാച്ച പച്ചമുളകാണ്, നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഒരു പീസ് തന്നെ ഇട്ടത്. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അതുകൊണ്ട് വെറുതെ. ഇതിൽ പെപ്പറൊക്കെ ചേരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് എരിവ് നോക്കിയിട്ട് പാകത്തിനൊക്കെ മതി. ഉപ്പും ഇറച്ചിയിൽ പൊരിക്കാനായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പിടാത്തത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവണം. ഒന്ന് മൂടി വെച്ച് തന്നെ ഇത് വേവിക്കുക. ഒരു 10 മിനിറ്റ് ഇത് വേവിക്കുക. ഇങ്ങനെ ഇതൊന്ന് ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മസാല ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി മസാല ഇടാം. പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ട് ഇടാൻ പോവുക. ലീഫും ബേ ലീഫ് കൂടെ മുറിച്ചിടുക. നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം നമുക്ക്. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മസാല ശകലം കൂടെ ചേർക്കാൻ പോവുക. അതിൽ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി, പിന്നെ ഒരു ശകലം മുളക് പൊടി കുറച്ച് മതി. ഞാനിതിൽ പെപ്പർ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ശകലം മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
ഇനി പെപ്പർ കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കാൻ പോകുന്നേ. ഇനി ഇതിലോട്ട് ഞാൻ എന്താ മസാല എല്ലാം ആയിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് ഒരു മയം വരാൻ വേണ്ടിയിട്ട്, അതായത് കഷ്ണത്തിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ടൊരു പച്ചമണം വരും. അതുകൊണ്ട് അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം, ഇപ്പോൾ തണുത്തത്, ആ വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. വെള്ളം അധികം വേണ്ട, ഒരു ശകലം മസാലയുടെ ആ ഒരു മയത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇത് ഇനി ഒന്ന് അടച്ച് വെച്ച് ഞാൻ മൂടി ഒന്ന് ഒന്നുകൂടെ വേവിക്കാൻ പോവുക. ഒന്ന് നോക്കട്ടെ. ഇതിൽ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമായി. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ശകല ഉപ്പിടാം. കുറച്ച് എരിവും കൂടെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ശകലം ചില്ലി ഫ്ലേക്സ്. ഇത് നല്ല എരിവാണ്. ഇതൊരു ശകലം, ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും മതി. നല്ല എരിവുണ്ട്. ഇത്രയും ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒന്ന് നല്ല മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റാവണം. ഒന്ന് നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ല എണ്ണയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ. അധികം എണ്ണയും ഒഴിച്ചിട്ടില്ല ഞാൻ. ഈ ഒരു ചിക്കൻ പെരട്ട് രൂപം പോലെ ആയിട്ടുണ്ട്. ഇതൊന്നൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നോക്കാം. രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ സെർവ് ചെയ്ത് എത്തിക്കുക. ഇതിൽ കുറച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ. ഇതിങ്ങനെ ഉണ്ടെന്ന് ഹസ്ബൻഡിന് കൊടുത്താൽ സൂപ്പറായിരിക്കും. നിങ്ങളെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.